നമ്മുടെ വീഡിയോ BCA കോഴ്സിൻ്റെ കൂടെ വരുന്ന സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസുകളെ കുറിച്ചാണ്. BCA കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. BCAയുടെ കൂടെ വരുന്ന സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസുകളെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ച് കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു. അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ക്യാമ്പസ് വൈസ്. IT രംഗത്തേക്കുള്ളൊരു എൻട്രി ലെവൽ കോഴ്സാണ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഥവാ BCA. C++ തുടങ്ങിയ ബേസിക് ലാംഗ്വേജുകളും ജാവ പോലെയുള്ള അഡ്വാൻസ്ഡ് ലാംഗ്വേജുകളും ജാവാസ്ക്രിപ്റ്റ്, XML, HTML പോലെയുള്ള വെബ് ലാംഗ്വേജുകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡേറ്റാബേസ് മാനേജ്മെൻറ്റ്, മൈക്രോ പ്രോസസ്സർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയവയെല്ലാം ചേരുന്നതാണ് BCAയുടെ സിലബസ്. മുൻപൊക്കെ BCA കോഴ്സ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ IT രംഗത്ത് ഓരോ സെക്ഷനും സ്പെസിഫിക് നീഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ ഉള്ള BCA പ്രോഗ്രാം പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. BCAയുടെ കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി അങ്ങനെ നിരവധി സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ടെക്നോളജീസിൻ്റെ എല്ലാം ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്കൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നോക്കാം. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ കേസിൽ ഇപ്പം നമ്മളെല്ലാവരും കാണുന്ന ഡിസൈൻ പാർട്ടിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും മെസ്സേജും റീൽസും ഒക്കെ ഷെയർ ചെയ്യുമ്പോഴും അത് വർക്ക് ചെയ്യുന്ന സെക്ഷനാണ് ബാക്ക് എൻഡ്. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഫ്രണ്ട് എൻഡ് ഡിസൈനേഴ്സിനെയും അതുപോലെ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിനെയും ആവശ്യമാണ്. ഇത് മൊത്തത്തിൽ ചെയ്യുന്നതിനെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റോർ ചെയ്യാനും അത് നമുക്ക് കാണിച്ചു തരാനുമുള്ള ടെക്നോളജിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇത് ചെയ്യാനായി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സെർവർ മാനേജിംഗ് സ്റ്റാഫ്സിനെയും ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾ മുതൽ വീട്ടിലെ പെറ്റ്സിന് വരെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുള്ള കാലമാണ്. എന്നാൽ ഇത്രയധികം ഡേറ്റാസ് ഇൻസ്റ്റഗ്രാം എങ്ങനെ മാനേജ് ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിഗ് ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ ടെക്നോളജി യൂസ് ചെയ്താണ് ഇൻസ്റ്റഗ്രാം ഇത്രയധികം ഡേറ്റാസിനെ മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ്, ഫോട്ടോസ്, മൊബൈൽ നമ്പർ തുടങ്ങി ഒരുപാട് പേഴ്സണൽ ഡേറ്റാസ് ഇൻസ്റ്റഗ്രാമിലുള്ളപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമല്ലേ? ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് സൈബർ സെക്യൂരിറ്റി. എത്തിക്കൽ ഹാക്കിങ്ങും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇൻസ്റ്റഗ്രാമിൻ്റെ കേസിൽ മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള ഏതൊരു ആപ്പ് റൺ ചെയ്യണമെങ്കിലും ഈ ടെക്നോളജീസ് ഒക്കെ അത്യാവശ്യമാണ്. ആപ്സിൻ്റെ കേസിൽ മാത്രമല്ല, IT രംഗത്ത് പല മേഖലകളിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ഇവയൊന്നും കൂടാതെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതും കൂടുതൽ കുട്ടികൾ ചോദിച്ചു വരുന്നതുമായ ഒരു സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI. AI എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് റോഡിലിരിക്കുന്ന AI ക്യാമറ. ഈ AI ക്യാമറയുടെ പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ചാൽ റോഡിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളുടെയും ഫോട്ടോസ് ഇത് ക്യാപ്ചർ ചെയ്യും. അതിനുശേഷം സീൽ ബെൽറ്റ് ഇല്ല, അതുപോലെ ഹെൽമെറ്റ് ഇല്ല പോലെയുള്ള ട്രാഫിക് വയലൻസ് ഇത് സെൻസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഇതാണ് AI ക്യാമറയുടെ പ്രവർത്തന രീതി. ഇങ്ങനെ മനുഷ്യന് സെൻസ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും മിഷൻ സെൻസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്ന് പറയുന്നത്. IT ഫീൽഡിൽ മാത്രമല്ല, വേറെയും ഒരുപാട് ഇൻഡസ്ട്രീസിൽ AIയുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക് IT നോളജ് ഉള്ളവർക്ക് മാത്രമേ ഞാൻ മുകളിൽ പറഞ്ഞ ഈ സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസ് ഒക്കെ നല്ലതുപോലെ പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ BCAയുടെ കൂടെ തന്നെ നിങ്ങൾ ഈ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് പഠിക്കണം. BCAയുടെ കൂടെ ഈ പ്രോഗ്രാംസ് ആഡ് ഓൺ ആയിട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ ആയിട്ടൊക്കെ കൊടുക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കേരളത്തിനകത്തും പുറത്തും അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഏതെന്ന് തിരഞ്ഞെടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.